സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു അനാമിക വിഷ്ണു ദമ്പതികളുടേത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയായ ഇരുവരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത്. ജീവമാതാ കാരുണ്യ ഭവനത്തിലെ നടത്തിപ്പുകാരി ഗിരിജ തന്റെ ഏകമകൻ വിഷ്ണുവിനെ കൊണ്ട് അവിടുത്തെ അന്തേവാസിയായിരുന്ന 18കാരി അനാമികയെ വിവാഹം കഴിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. ഈ അടുത്താണ് രണ്ടാൾക്കും ഒരു മകൾ ജനിച്ചത്. മാസം തികയാതുള്ള പ്രസവവും സി സെക്ഷനും ഈ വിശേഷങ്ങളൊക്കെയും ഇവർ വീഡിയോയായി പങ്കുവച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ വീഡിയോസിൽ നെഗറ്റീവ് കമന്റുകളുമായി ചിലരെത്തി. അതോടെയാണ് മറുപടിയുമായി അനാമികയും വിഷ്ണുവും എത്തിയത്. ഇവരുടെ വാക്കുകളിലേക്ക്, ഇക്കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. എന്നാൽ ഒരുപാട് മോശമായ കമന്റുകൾ കൊണ്ടാണ് ചിലർ ആ വീഡിയോ സ്വീകരിച്ചത്. ഒരുപാടധികം നെഗറ്റീവ് കമന്റുകൾ മാത്രമുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാനല്ലേ പ്രസവിച്ച്, എന്തിനാണ് അമ്മ കൂടെ കിടക്കുന്നത്, അമ്മ മുൻ സീറ്റിൽ ഇരിക്കുന്നു, എന്നേക്കാൾ അധികാരം അമ്മ കുഞ്ഞിനോട് എടുക്കുന്നു എന്നിങ്ങനെ 1000 പ്രശ്നങ്ങളായിരുന്നു ചിലർക്ക്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെക്കാൾ അധികാരം അമ്മയ്ക്ക് തന്നെയാണ് കുഞ്ഞിന്റെ മുകളിൽ. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, എല്ലാം നോക്കുന്നത് അമ്മയാണ്. അമ്മയുടെ ഈ സ്ഥാപനത്തിൽ 1 വയസ്സ് വരെയുള്ള മോളുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ സ്വന്തം മകന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ അമ്മയല്ലേ നോക്കേണ്ടതെന്നും അനാമിക ചോദിക്കുന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു അനാമികയ്ക്ക്, സിസേറിയൻ ആയിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് കുഞ്ഞിനെ കിട്ടിയത്. അറിയാമല്ലോ, എനിക്ക് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള പരിചയക്കുറവ്, അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ള പേടിയൊക്കെയാണ് അമ്മ കൂടുതലായി കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ള കാരണം. പിന്നെ മുൻ സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനുമാകില്ല, അങ്ങനെയാണ് ബാക്ക് സീറ്റിൽ ഇരുന്നത്. അനാമിക പറയുമ്പോൾ കുഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ വീട് പണി പോലും വേഗമാക്കിയത്, എല്ലാം അമ്മയാണ് ചെയ്തതെന്നും വിഷ്ണു പറയുന്നു. തന്റെ മോളെപ്പോലെ മോളായി കണ്ടതുകൊണ്ടാണ് തന്റെ മകന് വേണ്ടി അനാമികയെ കൈപിടിച്ചു കൊടുത്തതെന്നാണ് ഗിരിജയും ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ പറയുന്നത്. അതേസമയം കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബം വെളിപ്പെടുത്തി.